നമസ്കാരം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്കിന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓൺകോളജിസ്റ്റായ ഡോക്ടർ വിജയകുമാർ സാറാണ് നമ്മളോട് കൂടെയുള്ളത്. പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്രസ്റ്റ് ആൻഡ് ഗൈനക് ഓൺകോളജി, അമൃത ഹോസ്പിറ്റൽ. നമസ്കാരം ഡോക്ടർ. നമ്മൾ പണ്ടൊന്നും ക്യാൻസറിനെ പറ്റി ഇത്രയും അധികം കേട്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ കൂടുതലാവാൻ കാരണം? ഒരു കണക്കിനെ നോക്കിയാൽ ക്യാൻസർ എന്ന രോഗം നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഞാൻ വിളിക്കും. കാരണം നമ്മൾ ജീവിതശൈലി മാറുന്നുണ്ട്. ഇപ്പം ജീവിതശൈലി മാറുമ്പം ഓരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ക്യാൻസർ ബേസിക്കലി ഉണ്ടാകുന്നത് നമ്മളെ ഒരു ജീൻസ് ഡാമേജ് ആവുന്നുണ്ടാണ്. ഈ ജീൻസ് ഡാമേജ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ കാർസിനോജൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ കാർസിനോജൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു. നമ്മളിപ്പോൾ ശ്വസിക്കുന്ന വായുവിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ, കുടിക്കുന്ന വെള്ളത്തിൽ എല്ലാത്തിലും കുറച്ച് കാർസിനോജൻസിൻ്റെ അളവ് കൂടും. അത് നമ്മൾ വെഹിക്കിളിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, ട്രാഫിക് പൊല്യൂഷൻ കൂടുന്നു, ഫാക്ടറീസിൻ്റെ എണ്ണം കൂടുമ്പം പൊല്യൂഷൻ കൂടുന്നുണ്ട്. അതേപോലെ ഭക്ഷണത്തിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നു, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കാർസിനോജൻസിൻ്റെ അളവ് കൂടുന്നു. ദാറ്റ്സ് എ പ്രൈസ് വി പേ ഫോർ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിനെ കൊണ്ട് കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദാറ്റ്. അതിൻ്റെ ഒരു സൈഡ് ഇഫക്ട്സ് ആയിട്ടായിരുന്നു ഇങ്ങനത്തെ കാർസിനോജൻസിൻ്റെ എക്സ്പോഷർ ഇതുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ ബോഡിയിൽ എല്ലാ ദിവസവും ചില സെൽസ് ക്യാൻസറസ് ആവുന്നുണ്ടാവാം. പക്ഷേ നമ്മളെ ബോഡി തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യും ഉടനടി. നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി, അതാണ് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് റിപ്പയർ കപ്പാസിറ്റി ഉണ്ട്. ഈ ഡാമേജ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മൾ ഈ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്, നമ്മളധികം എക്സസൈസ് ഇല്ല, ഭയങ്കരം എപ്പോഴും ഇരുന്നില്ല സ്വഭാവം, നമ്മൾ എവിടെ യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യുക, ഇപ്പോൾ നടക്കുന്നത് കുറവാണ്. അതേപോലെ നമ്മളെ സ്ട്രെസ് ലെവൽസ് കൂടുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം നമ്മളെ ഇമ്മ്യൂണിറ്റിയും കുറയുന്നുണ്ട്, കുറച്ച് ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നത്. അപ്പോൾ ഈ മൾട്ടി ഫാക്ടേഴ്സാണ്. ഒന്ന് നമ്മളെ കാർസിനോജൻസിൻ്റെ അളവ് കൂടുന്നു ബിക്കോസ് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. പിന്നെ നമ്മളെ പുതിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ കാരണം നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുന്നു. നമ്മളിപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് മാറിക്കഴിഞ്ഞു, കുറേ കൂടെ റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്നു, സോ കോൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മളെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി കുറക്കാനും നമ്മളെ ബോഡീൻ്റെ ഡിഫൻസ് മെക്കാനിസം കുറക്കാനും. അതുകൊണ്ടാണ് നമ്മളെ ജീവിതശൈലി കൂടുന്നോളും നമ്മൾ HDI എന്ന് പറയും, ഹൈ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അത് കൂടുന്ന രാജ്യങ്ങളിൽ ക്യാൻസറിൻ്റെ അളവ് ഡെഫിനറ്റ്ലി കൂടും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഹാസ് എ ബാഡ് ഔട്ട്കം. പക്ഷേ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടാൻ പോകുന്നു. തനാർബുദം പോലെ ഒരു ക്യാൻസർ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ, ഡെഫിനറ്റ്ലി അത് കൂടാൻ പോകുന്നുണ്ട് എല്ലാ രാജ്യത്തിലും. ഇന്ത്യയിൽ മാത്രമല്ല, പക്ഷേ മോർ വി ഡെവലപ്പ് ദ മോർ ഇറ്റ് ഇൻക്രീസസ്. സർ, ഇപ്പോൾ പറഞ്ഞല്ലോ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന്. അത് നമുക്ക് എങ്ങനത്തെ രീതിയിൽ ചികിത്സിക്കാൻ പറ്റും? ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കോമൺ ആണെങ്കിലും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഓൾമോസ്റ്റ് 90% ക്യാൻസേഴ്സും ഇപ്പം ക്യൂർ ചെയ്യാൻ പറ്റും നമുക്ക് ട്രീറ്റ് ചെയ്താൽ. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിക് സംഗതികൾ മൂന്നെണ്ണമാണ്. ഒന്ന് ലോക്കൽ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ അവിടുത്തെ അസുഖം മാറ്റാൻ സർജറി പ്ലസ് വിത്ത് ഓർ വിത്തൗട്ട് റേഡിയേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻലി വേണ്ട ട്രീറ്റ്മെൻറ്റ്. ആ മുഴ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാനം ഫുൾ മാറ്റിയെടുക്കാനോ ഇതിന് വേണ്ടിയിട്ട് സർജറി വേണ്ടി വരും. സർജറി കഴിഞ്ഞിട്ടായിരിക്കും റേഡിയേഷൻ കൊടുക്കുന്നത്. റേഡിയേഷൻ കൊടുക്കുന്നത് അവിടെ വല്ലതും ഇതിൻ്റെ വേരുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ഇതാണ്. പക്ഷേ ബ്രസ്റ്റിൽ പോകുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും. അതാണ് കക്ഷത്തിലേക്ക് പോകാൻ, അതേപോലെ ശരീരത്തിൽ വേറെ ഭാഗത്ത് പോകാൻ പറ്റും. ഇങ്ങനെ എവിടെയെങ്കിലും ഇതിൻ്റെ വിത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാറ്റ് വന്ന് വിത്ത് കൊണ്ടുവന്ന പോലെയാണ് ഒരു ചെടീന്, വിത്ത് വേറെ ഏതെങ്കിലും മണ്ണിൽ പോയി വീഴും. അതേപോലെ ബ്ലഡാണ് ഇവിടെ കാറ്റിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സെൽസിനെ ബ്ലഡാണ് ഇങ്ങനെ കൊണ്ടുപോയി ശരീരത്തിൽ വേറെ ഭാഗത്ത് കൊണ്ടുവന്നത്. അങ്ങനെ പോകുന്ന സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് നമ്മൾ ഈ സിസ്റ്റമിക് തെറപ്പി എന്ന് പറഞ്ഞൊരു കീമോതെറപ്പി ആവാം, ആൻറ്റിബോഡി തെറപ്പി ആവാം, അല്ലെങ്കിൽ ഹോർമോൺ തെറപ്പി ആവാം. അത് ഏതെങ്കിലും മരുന്ന് കൊടുക്കുന്നത്. ഈ മരുന്ന് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നത്. അത് ഏത് മരുന്ന് കൊടുക്കണം, അത് ആ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഏത് ടൈപ്പാണ് ഇത് ബ്രസ്റ്റ് ക്യാൻസർ, അതിനനുസരിച്ചിട്ട് നമ്മൾ ടൈപ്പ് മാറ്റിയെടുക്കും. അപ്പോൾ ബേസിക് ട്രീറ്റ്മെൻറ്റ് സർജറി ഉണ്ട്, കീമോതെറപ്പി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. പുതിയ കുറേ മരുന്നുകളും ഇപ്പം വന്നിട്ടുണ്ട്. പുതിയ ടാർഗറ്റഡ് തെറപ്പി എന്ന് പറയുന്നത്, നമ്മൾ എനിക്കിപ്പം മിസൈൽസ് ഒക്കെ കഴിയുന്നാൽ കറക്റ്റ് ആ ക്യാൻസർ സെൽസിനെ മാത്രം പോയി ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. പുതിയതായിട്ട് വരുന്ന കുറേ മരുന്നുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ മരുന്നുകൾ ആവശ്യപ്പെടും. എല്ലാവർക്കും എല്ലാ മരുന്നും ആവശ്യമില്ല. ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ചിലവർക്ക് സർജറിയും ഹോർമോൺ ടാബ്ലറ്റ്സും മാത്രം മതിയാവും. ചിലവർക്ക് സർജറി, കീമോതെറപ്പി, ഇമ്മ്യൂണോതെറപ്പി, റേഡിയേഷൻ എല്ലാം വേണ്ടി വരും. അത് ആ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും ആണ് ആ ഡിസിഷൻ എടുക്കുക. അത് എത്ര അഗ്രസീവ് ടൈപ്പാണ്, അധികം സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പാണെങ്കിൽ ചിലപ്പം കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ ഏറ്റവും അധികം അഗ്രസീവ് അല്ലാത്ത ക്യാൻസറിന് ചിലപ്പോൾ ഒരു സർജറി കൊണ്ട് മാത്രം, കുറച്ച് ഹോർമോൺ ടാബ്ലറ്റ്സും കൊണ്ട് മാത്രം ഫുൾ ക്യൂർ ചെയ്യാൻ പറ്റും. എല്ലാ ക്യാൻസേഴ്സും നമുക്ക് ഏകദേശം ഒരു 90% ഇപ്പം ക്യൂർ ചെയ്യാം. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അളവിൽ, ഡ്യൂറേഷനിലും കുറച്ച് വ്യത്യാസം വരും. ചിലത് 1-2 മാസത്തിൽ ട്രീറ്റ്മെൻറ്റ് കഴിയും, ചിലത് 1 വർഷം വരെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും.
സർ നമ്മൾ ക്യാൻസറിന് ചില തെറ്റിദ്ധാരണകളുണ്ടല്ലോ, അതായത് ജനറ്റിക് ആയിട്ട് മാത്രമേ ഇത് വരുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഫാദറിനോ മദറിനോ ഉണ്ടെങ്കിൽ കുട്ടിക്ക് നിർബന്ധമായിട്ടും അത് ഉണ്ടായിരിക്കും എന്നുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ അടുത്ത് വരുന്ന അധികം പേഷ്യൻസിൻ്റെ ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്നോട് ഇത്, നമ്മളെ വീട്ടിൽ ആർക്കും ക്യാൻസർ വന്നിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ വന്നു? അതേപോലെ ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല, എന്നിട്ട് എനിക്ക് എങ്ങനെ ക്യാൻസർ വന്നു? ഞാൻ നല്ല വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ, ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല, എന്നിട്ടും എനിക്ക് എങ്ങനെ ക്യാൻസർ വന്നു? ഇങ്ങനത്തെ കുറേ ധാരണകൾ ആൾക്കാരെ മനസ്സിലുണ്ട്. കാരണം ഇത് നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖം മാത്രമാണോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫലം മാത്രമാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരു ദുഷ്പരിണാമമാണോ? ഇങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകൾ ആൾക്കാരെ മനസ്സിലുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അതുകൊണ്ട് മാത്രമല്ല. ക്യാൻസർ ഉണ്ടാവാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു ജീവിതശൈലിയിലെ മാറ്റം വന്നതുകൊണ്ട് ആർക്കും വരാം. അത് വരാൻ ഒരു പ്രത്യേക കാരണം വേണമെന്നില്ല. അത് ഏത് പ്രായത്തിലും വരാം. 25-30 വയസ്സിൽ വരെ ആൾക്കാർ പോലും ഇപ്പം ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ബേസിക്കലി നമ്മളെ ജീൻസ് എത്ര ഡാമേജ് ആവുന്നോ നമ്മളൊക്കെ എക്സ്പോഷർ. ചിലവർക്ക് യെസ്, നമ്മളെ ഫാമിലിയിൽ ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ജീൻസ് ഓൾറെഡി കുറച്ച് ഡാമേജ്. ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാം ഹെൽത്തി ജീൻസ് ആണെങ്കിൽ നമ്മൾക്ക് ഈ കാർസിനോജൻസ് എല്ലാം ഡാമേജ് ചെയ്യാൻ കുറേ കാലം പിടിക്കും. പക്ഷേ നമ്മളെ പേരൻസിന് അങ്ങനത്തെ വല്ല ജീൻസ് ഡാമേജ് നമുക്ക് അതേ ജീൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10%, ഒരു 10% ആൾക്കാരിൽ ഇങ്ങനെ ജനറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാവാം. പക്ഷേ 90% ആൾക്കാർക്കും വരുന്ന ക്യാൻസർ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് ഒരു കാരണം വേണമെന്നില്ല. സാർ, ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞു, അത് ആണുങ്ങളിലും കണ്ടുവരാറുണ്ടോ? ഞാനിപ്പോൾ ഒരു വർഷത്തിൽ ഞാനിപ്പോൾ സർജറി ചെയ്യുന്ന ഒരു 500 ബ്രസ്റ്റ് ക്യാൻസർ സർജറി ചെയ്യുന്നത് അതിൽ ഒരു 1-2 മാത്രം ആണുങ്ങളതായിരിക്കും. 98%-ഓ 99%-ഉം ഫീമെയിൽസ്, സ്ത്രീകളിലായിരിക്കും. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണുങ്ങളിൽ ഡെഫിനറ്റ്ലി വരാം. പക്ഷേ അതിൻ്റെ ഇൻസിഡൻസ് വളരെ ചുരുക്കത്തിലാണ്. അത് വളരെ അത്ര കോമൺ അല്ല. കാരണം ബ്രസ്റ്റ് വോളിയം തന്നെ കുറവാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആണുങ്ങളിൽ വരുന്ന സാധ്യത കുറവാണ്. പക്ഷേ വന്നുകൂടാന്നില്ല. യെസ്, വരാം, ഡെഫിനറ്റ്ലി വരാം. ഇപ്പോൾ സ്ത്രീകളിലാണല്ലോ ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ സ്ത്രീകളിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്ക് മുലയൂട്ടുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ചെറിയ തോതിൽ ഉണ്ട്. കാരണം ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള പേഷ്യൻറ്റ് മുലയൂട്ടിയതുകൊണ്ട് കുട്ടിക്ക് ക്യാൻസർ വരാൻ പോകുന്നില്ല. അത് ഡെഫിനറ്റാണ്. മുലയൂട്ടുന്നതുകൊണ്ട് ഒരു പ്രോബ്ലമും ഇല്ല. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ കീമോതെറപ്പി പോലെ അല്ലെങ്കിൽ റേഡിയേഷൻ പോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം ആ സമയത്ത് നമുക്ക് മുലയൂട്ടാൻ പറ്റിയെന്ന് വരില്ല. കാരണം ആ മരുന്നുകളും ബ്രസ്റ്റ് മിൽക്കിൽ എക്സ്ക്രീറ്റ് ആവും. അതുകൊണ്ട് അത് കുട്ടീനെ ബാധിക്കാൻ പറ്റും. അതുകൊണ്ട് അന്നേരം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പം സർജറി കഴിഞ്ഞിട്ടാണെങ്കിലോ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലമും ഇല്ല. ഇപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ പല പല ടൈപ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു രീതിയിൽ മാത്രമായിരിക്കില്ലല്ലോ വരിക. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം. ബ്രസ്റ്റ് ക്യാൻസറിന് ഇപ്പം നമ്മൾ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്സ് നോക്കുന്നത് നമ്മളതിൻ്റെ ഹോർമോൺ റിസെപ്റ്റേഴ്സ് എന്ന് പറയും. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ റിസെപ്റ്റേഴ്സ്, അത് ഒന്നും, വേറൊരു HER2 ന്യൂ എന്ന് പറഞ്ഞ റിസെപ്റ്റേഴ്സ്. ഇതെല്ലാം കുറേ പുതിയ ടെക്നീക്കുണ്ട്. ഇമ്മ്യൂണോഹിസ്റ്റോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ടെക്നീക്കുണ്ട്. നമ്മൾ ആ ഒരു ബയോപ്സി ആദ്യം എടുക്കുന്നത്, നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഒരു മുഴയായിട്ട് ഒരു പേഷ്യൻറ്റ് വന്നാൽ നമ്മൾ ഒരു മാമോഗ്രാം ചെയ്ത് ഒരു നീഡിൽ ബയോപ്സി ചെയ്യും. ആ നീഡിൽ ബയോപ്സിയിൽ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ ഇത് ഏത് ടൈപ്പാണ്, ഹോർമോൺ റിസെപ്റ്റർ പോസിറ്റീവ് ആണോ, HER2 പോസിറ്റീവ് ആണോ, HER2 നെഗറ്റീവ് ആണോ, ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ആണോ, ഇങ്ങനത്തെ കുറേ ടൈപ്സ് ഉണ്ട്. ഓരോ ടൈപ്പിന് ഇപ്പോൾ ഹോർമോൺ റിസെപ്റ്റർ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്ട്രോജൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഇതിനെ ഒരു വളം പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻസർ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഈസ്ട്രോജൻ, നമ്മൾ അണ്ടാശയം ഉണ്ടാക്കുന്ന ഈസ്ട്രോജനാണ് ഇതിനെ ഒരു ഫുഡായിട്ട് ആ ക്യാൻസർ സെൽസിൻ്റെ വളമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് പക്ഷേ കുറച്ചും കൂടി ലെസ് അഗ്രസീവ് ടൈപ്പാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് കുറച്ചും കൂടി സ്ലോ ഗ്രോയിങ് ആണ്. കുറേ കൂടെ ഡിലേഡ്, കുറേ 10-15 വർഷങ്ങൾ ചിലപ്പോൾ പിടിക്കും നമുക്കത് കുഴപ്പക്കാരനാവാൻ. പക്ഷേ ചില ക്യാൻസേഴ്സ് നമ്മൾ ഈ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്നത്, ബേസൽ ടൈപ്പ് എന്ന് പറയുന്നത് ഹോർമോൺ നെഗറ്റീവ് ആണ്, HER2 നെഗറ്റീവ് ആണ്, അത് കുറേ കൂടെ അഗ്രസീവ് ടൈപ്പാണ്. അപ്പോൾ ഓരോ ടൈപ്പ് അനുസരിച്ചിരിക്കും ഇങ്ങനത്തെ ടൈപ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ ബയോപ്സി ചെയ്ത് അതിന് മേലെ കുറേ സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്താലാണ് ഈ ടൈപ്സ് കണ്ടുപിടിക്കുക. സർ, പൊതുവേ ക്യാൻസർ ആണെന്ന് പറയാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസറും കൂടി ആകുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുവേ എല്ലാ കാര്യത്തിലും കോൺഷ്യസാണ്. അപ്പോൾ അവർക്കത് തുറന്നു പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീകൾ അത് തുറന്ന് പറയാറുണ്ടോ? ഈ മാറ്റം വരാൻ ഇനിയും കുറേ കാലം പിടിക്കും. കാരണം ഇപ്പം ആദ്യം എന്നോട് വരുന്ന കുറേ രോഗികൾ, ഇപ്പോൾ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡർ എൻ്റെ അടുത്ത് ആദ്യം വന്നിട്ട് പറയും, രോഗിയോടൊന്നും പറയരുത് ഈ ക്യാൻസർ ആണെന്ന് പറയാനേ പാടില്ല എന്ന്. പിന്നെ ചിലവർ തന്നെ പറയും, ഇത് പുറത്ത് ആരും അറിയാൻ പാടില്ല, എൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് പോലും പറഞ്ഞുകൂടാ, കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ പഠിത്തത്തിനെ ബാധിക്കും, എൻ്റെ കുട്ടികളെ കല്യാണത്തിന് പ്രോസ്പെക്ട്സ് ബാധിക്കും. ഇങ്ങനത്തെ കുറേ ധാരണകളുണ്ട് ആൾക്കാരെ മനസ്സിൽ. പക്ഷേ ഇതൊക്കെ മാറി വരാൻ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു മാറ്റം വരണം. ഇപ്പം പണ്ടൊക്കെ കാലത്ത് US ഇങ്ങനെ തന്നെ ഒക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ 2
ഫസ്റ്റ് ലേഡീസിന് ക്യാൻസർ വന്നപ്പോൾ അവരെ ഫുൾ ട്രീറ്റ്മെൻറ്റ് പ്രസ്സിലെ കൂടെ കവർ ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ ആൾക്കാർക്ക് ആ അറിവ് വന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടും 10-30 കൊല്ലം അവർ ജീവിച്ച് പോയി കണ്ടതുകൊണ്ട് ആ ആൾക്കാരെല്ലാം ആ ഭയം മാറ്റും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനത്തെ സെലിബ്രിറ്റീസ് ആരെങ്കിലും വന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ അധികം ആൾക്കാർക്ക് പ്രേരണ കിട്ടും ഇതിനെപ്പറ്റി പറയാൻ. എല്ലാ അസുഖത്തിൻ്റെ പോലെ ഒരു അസുഖവും നല്ലതല്ല. നമുക്ക് വരുന്ന അസുഖം തന്നെ ഏറ്റവും മോശം. ഇപ്പം ഷുഗർ വന്നു, BP വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, ഇതെല്ലാം അസുഖങ്ങളാണ്. അതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഒരു അസുഖം തന്നെ ഉള്ളൂ. അത് വന്നതുകൊണ്ട് വേറെ ഒന്നും നമ്മളെ ഒരു കുറ്റമായിട്ടോ നമുക്കൊരു അത് നമ്മളെ ഫാമിലിനെ ബാധിക്കുന്നു അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാരണം ആക്ച്വലി ഇല്ല. പക്ഷേ നമ്മളെ സൊസൈറ്റി അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സ്റ്റിഗ്മ ഉണ്ട് അതിന്, ക്യാൻസർ എന്നുള്ള. അത് മെല്ലനെ മാറി വരുന്നുണ്ട്. ഇപ്പം കുറേ കൂടെ ആൾക്കാർ മുന്നോട്ട് പറയുന്ന ആൾക്കാർ കുറേ കൂടെ ഉണ്ട് ഇപ്പം. പക്ഷെ എന്നാലും അതിന് ഇനിയും കുറേ ആ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ആൾക്കാരെ ഞാനിപ്പം ഒരു 100 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 90 പേഷ്യൻസ് ഒരു കുഴപ്പമില്ലാതെ 10-30 കൊല്ലം ജീവിച്ച് പോകുന്നുണ്ടാവും. പക്ഷേ അതിലൊരു 80 പേരും പുറത്ത് മിണ്ടി കാണില്ല. ചിലപ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ല ഇങ്ങനത്തെ ക്യാൻസർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണെന്ന്. പക്ഷേ അസുഖം വന്ന് മരിക്കുന്ന ആൾക്കാരെ പറ്റി എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ക്യാൻസർ വന്നാൽ മരിച്ചു പോവും. അതൊരു ഭയങ്കരം ആൾക്കാരെ മനസ്സിൽ ഇതാണ്. ആക്ച്വലി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ള ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെക്കാളും അധികം ചാൻസ് ഉണ്ട് മരിക്കാൻ. പക്ഷെ അത്ര പേടിയില്ല. കാരണം കുറേ പേർക്ക് ഈ അസുഖം വരുന്നത് കുറേ പേര് ജീവിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഹാഫ് ദ അസുഖം നമ്മളാണ് നമ്മളെ ബ്രെയിനിൽ അത് വലുതാക്കി മാറ്റുന്നത്. നമ്മൾ ഇത് ഒരു വലിയ അസുഖമാക്കി മാറ്റുന്നത്. അസുഖം മോശം തന്നെ, ഏത് അസുഖം മോശം തന്നെ. പക്ഷേ ഇത് ട്രീറ്റബിൾ ആണ്. ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാർ നമുക്കിപ്പം ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ശരിക്കും എടുക്കാത്തതുകൊണ്ടോ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിന് എടുക്കാത്തതുകൊണ്ട് കുറേ ബാഡ് ഔട്ട്കംസ് നമ്മൾ കാണാറുണ്ട്. സർ, മാമോഗ്രാമിനെ പറ്റി പറഞ്ഞല്ലോ, അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ബ്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ, അത്രയേ ഉള്ളൂ. ബ്രസ്റ്റിന് നമ്മൾ 2 വ്യൂസിൽ നമ്മളൊരു എക്സ്റേ എടുക്കുന്നത്, പ്ലെയിൻ എക്സ്റേ എടുക്കുന്നതാണ് മാമോഗ്രാമിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ എക്സ്റേയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും തടിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽസിഫിക്കേഷൻ, ഇത് നമ്മൾ തടിപ്പൊക്കെ നമുക്ക് ഒരു സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ആവുന്നതിൻ്റെ എത്രയോ മുമ്പേ നമുക്കിത് എക്സ്റേയിലെ കൂടെ മാമോഗ്രാമിൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു സ്ക്രീനിങ് ടൂളായിട്ട് അത് ഉപയോഗിക്കുന്നത്. കുറേ രാജ്യങ്ങളിൽ ഇത് കമ്പൽസറി ആയിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എവറി 2 ഇയേഴ്സിൽ സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു മുഴ കാണുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 6 മാസം 1 വർഷം മുമ്പേ തന്നെ അത് മാമോഗ്രാമിൽ കാണാൻ പറ്റുമായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് അളവും ചിലവും എല്ലാം ചുരുങ്ങി കിട്ടും. അപ്പോൾ മാമോഗ്രാം ഒരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷനാണ്. ബ്രസ്റ്റിനെ ചെറുങ്ങനായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്റേ എടുക്കുന്നത്, അത്രയേ ഉള്ളൂ 2 സൈഡിൽ നിന്ന്. അപ്പോൾ അത് വലിയ സമയം എടുക്കുന്ന പരിപാടിയോ അധികം ചിലവ് കൂടിയ പരിപാടിയല്ല. പക്ഷേ അത് ചെയ്താൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഏർലി സൈൻസ് ഓഫ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാം. ഇത് ക്യാൻസറിൻ്റെ പല സയൻസ് നേരത്തെ കണ്ടുപിടിക്കാം. ചില സയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പം കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന മൈക്രോ കാൽസിഫിക്കേഷൻസ് വരുന്നത് അത് മാമോഗ്രാമിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും ആദ്യത്തെ സൈൻ. പ്രീ ക്യാൻസറസ് ലീഷൻസ് നമ്മൾ പറയുന്നത് ക്യാൻസർ വരുന്നതിൻ്റെ ചിലപ്പോൾ 2 വർഷം 3 വർഷം മുമ്പേ തന്നെ കാണാൻ തുടങ്ങും. അത് വെച്ചുകൊണ്ടിരുന്നാൽ അത് ക്യാൻസറായിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് കുറേ അധികം സമയം കിട്ടും ഇത് ട്രീറ്റ് ചെയ്യാൻ. ക്യാൻസർ ആവുന്നതിൻ്റെ ഒരു ഓൾമോസ്റ്റ് 1-2 വർഷം മുമ്പേ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്താൽ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്, സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞ ഈ കീമോതെറപ്പി, ഹോർമോൺ തെറപ്പി ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സർജറി കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ മാമോഗ്രാം ഈസ് എ സിമ്പിൾ എക്സ്റേ ടെസ്റ്റ് വിച്ച് ഈസ് ജസ്റ്റ് യൂസ്ഫുൾ ഫോർ നമുക്കൊരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ട, മാമോഗ്രാം ഒരു പ്രായം കഴിഞ്ഞാലേ അത്ര സെൻസിറ്റീവ് ആവുള്ളൂ. കാരണം ബ്രസ്റ്റ് കുറച്ച് ഡെൻസാണ്. നമ്മളെ ഒരു വുമൻ്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൽ ഉണ്ടാകുമ്പോൾ, മെൻസ്ട്രൽ സൈക്കിൾ ഇല്ലോളം കാലം ആ ബ്രസ്റ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ എക്സ്റേയിൽ അത്ര ശരിക്കും വന്നേക്കില്ല. അതുകൊണ്ടാണ് മാമോഗ്രാം ഒരു 40 വയസ്സിന് ശേഷം നമ്മൾ ജനറലി അഡ്വൈസ് ചെയ്യാറുള്ളൂ. ആൻഡ് പ്രിഫറബിളി 50ൻ്റെ മേലെയാണ്, 50 വയസ്സിന് ശേഷമാണ് മാമോഗ്രാം വളരെ സെൻസിറ്റീവായിട്ട് ഒരു ടൂളായിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ നമുക്ക് അൾട്രാസൗണ്ടോ വേണ്ടി വന്ന MRI പോലെയുള്ള ടെസ്റ്റുകളും ചെയ്യാം ചിലത്. പക്ഷേ ഇത് ഒരു റൂട്ടീനായിട്ട് ഉപയോഗിക്കുന്നതല്ല. അൾട്രാസൗണ്ട് ബിലോ 40 എല്ലാവർക്കും അൾട്രാസൗണ്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അബവ് 40 മാമോഗ്രാം പ്ലസ് അൾട്രാസൗണ്ട് രണ്ടും കൂടിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ മാമോഗ്രാമിലുള്ള അത്രയും ക്ലാരിറ്റി തന്നെ നമുക്ക് അൾട്രാസൗണ്ടിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല, അൾട്രാസൗണ്ട് വളരെ ഓപ്പറേറ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അൾട്രാസൗണ്ടിൽ അത്ര ഒരു സ്റ്റാൻഡ് അലോൺ ഇൻവെസ്റ്റിഗേഷനായിട്ട് മാറില്ല. അൾട്രാസൗണ്ടിൽ നമുക്കൊരു മുഴയുണ്ടെന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ കാൽസിഫിക്കേഷൻസ് പോലെയുള്ള ഇതൊന്നും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അൾട്രാസൗണ്ട് മാമോഗ്രാമിൻ്റെ അത്ര സെൻസിറ്റീവ് അല്ല. പക്ഷേ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ സേഫ് ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അതുകൊണ്ട് ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി കോസ്റ്റ്ലി. അത് അധികം ചിലവ് കൂടിയ ഇൻവെസ്റ്റിഗേഷൻ അല്ല. അതുകൊണ്ട് അൾട്രാസൗണ്ട് ഒരു നല്ല ഇൻവെസ്റ്റിഗേഷനൊക്കെ തന്നെ. പക്ഷേ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് മാമോഗ്രാം അത്ര സെൻസിറ്റീവ് അല്ല.
അതുകൊണ്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് പ്രിഫർ ചെയ്യുന്നത്. ഇതിപ്പോൾ ക്യാൻസർ ചികിത്സയിൽ നമ്മൾ വളരെ മുന്നോട്ടാണ് നമ്മുടെ രാജ്യം. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പെസിഫിക് അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിന് സർവൈവൽ റേറ്റ് നമ്മളുടെ സ്ഥലത്ത് കുറവാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറവാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? അതിന് കുറേ കാരണങ്ങളുണ്ട്. നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഒരു 80-90% ആൾക്കാരെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേജ്, നമ്മൾ വരുന്ന സ്റ്റേജ് ഏതാണ്. നമ്മളിവിടെ ഏർലി ഡിറ്റക്ഷൻ വളരെ കുറവാണ്. പേഷ്യൻസ് വരുന്നത് കുറേ കൂടെ ലേറ്റർ സ്റ്റേജസിലാണ്. നമ്മൾ സ്റ്റേജ് 3 സ്റ്റേജ്, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തന്നെ നമ്മളൊരു സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ബ്രസ്റ്റിൽ മാത്രമുള്ള മുഴയായിരിക്കും. ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ കക്ഷത്തിലേക്ക് പോയി കഴിയുമ്പോൾ ആണ് യൂഷ്വലി സെക്കൻഡ് സ്റ്റേജ് ആവുന്നത്. പിന്നെ കക്ഷത്തിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് ആവും. അതേപോലെ ദൂരെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ഫോർത്ത് സ്റ്റേജ് ആയി കഴിഞ്ഞു, വേറെ സ്ഥലത്ത് ലങ്സിലോ ലിവറിലോ ബോണിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ സ്റ്റേജിന് ക്യൂർ റേറ്റ്സ് കുറഞ്ഞ് വരും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ ക്യൂർ റേറ്റ് ഇസ് ഓൾമോസ്റ്റ് 98% ആണ് നമ്മളിപ്പോൾ ക്യൂർ റേറ്റ്സ്. സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ അതൊരു 80% 75%ലേക്ക് മാറും. തേർഡ് സ്റ്റേജ് ആകുമ്പോൾ 60% താഴെ വരും. ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ ഒരു 20% താഴെ വരും ക്യൂർ റേറ്റ്സ്. പാശ്ചാത്യ രാജ്യത്തിൽ മെയിൻ ഇങ്ങനത്തെ സ്ക്രീനിങ് പ്രോട്ടോക്കോൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 80% ആൾക്കാർ ഏർലി സ്റ്റേജസിലാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മളെ രാജ്യത്തിൽ ഇപ്പോൾ ഒരു 60% ആൾക്കാർ അഡ്വാൻസ് സ്റ്റേജസിലാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏർലി സ്റ്റേജസ് ഡിറ്റക്ട് ചെയ്യുന്നത് ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിലൊക്കെ ഓൾമോസ്റ്റ് ഒരു 50-60% ആൾക്കാർ ഏർലി സ്റ്റേജസിൽ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ വരുന്ന ആൾക്കാർ അത് ഒരു കാരണമാവാം. അതല്ലാതെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും എടുത്തിട്ടില്ലെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസ് വിൽ ബി ബാഡ്. കുറേ കാര്യങ്ങൾ ഒരു ലോക്കൽ ഡോക്ടറെ അടുത്ത് പോയി അവരെന്തെങ്കിലും ഒരു റോങ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ഫുൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ, കീമോതെറപ്പി എടുക്കാതിരുന്നു, റേഡിയേഷൻ എടുക്കാതിരുന്നു, അല്ലെങ്കിൽ ഹോർമോൺസ് എടുക്കാതിരുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കുറച്ച് ട്രീറ്റ്മെൻറ്റ് മാത്രം എടുക്കും, സർജറി മാത്രം ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും, ബാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. അങ്ങനെ ചെയ്യുമ്പം ആണ് ഇതിൻ്റെ കാരണം ഇപ്പോൾ ക്യാൻസർ ഒരു മുഴ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30% ആൾക്കാർ ചിലപ്പോൾ അതുകൊണ്ട് മാത്രം ക്യൂർഡ് ആവും ഫുള്ളായിട്ട്. പക്ഷേ അത് ഒരു 30% ഉള്ളൂ. ഓൾമോസ്റ്റ് 70% ഇതിൻ്റെ വിത്തുകൾ എവിടെയെങ്കിലും പോയി കാണും ബോഡിയിൽ. അതിനെ നശിപ്പിക്കാനാണ് നമ്മൾ ഈ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുക്കുന്നത്. ഈ കീമോതെറപ്പി ആവാം, ഹോർമോൺസ് ആവാം, ആൻറ്റിബോഡീസ് ആവാം, ഇമ്മ്യൂണോതെറപ്പി ആവാം. അത് ഏത് വേണം എന്നുള്ളത് അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും. പക്ഷേ അങ്ങനത്തെ ക്യാൻസറിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലാണ് ഇതിൻ്റെ ക്യൂർ റേറ്റ്സ് വളരെ ഹൈ ആവുന്നത്. ഓൾമോസ്റ്റ് ഞാനിപ്പം 10 പേർക്ക് കീമോതെറപ്പി അഡ്വൈസ് ചെയ്താൽ ആക്ച്വലി ഒരു 7 പേർക്ക് അതിൽ ആവശ്യമുള്ളൂ, 3 പേർക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് ഇല്ല കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ 10-ൽ പെടുവോ 7-ൽ പെടുവോ 3-ൽ പെടുവോ എന്നുള്ളത്. അപ്പോൾ വെൻ ഇൻ ഡൗട്ട് ഇറ്റ് മേ ബി സേഫർ ടു ട്രീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ചിലവർക്ക്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്താലാണ് നമുക്ക് ഈ 90% ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏത് മേജർ സെൻറ്റേഴ്സിൽ നോക്കിയാലും നല്ല ഇങ്ങനത്തെ സർവൈവൽ ഫിഗേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഓവറോൾ ട്രീറ്റ്മെൻറ്റ് നോക്കുമ്പോൾ പകുതി പേഷ്യൻസ് ആർ നോട്ട് ട്രീറ്റഡ് അറ്റ് ഗുഡ് സെൻറ്റേഴ്സ്. മെനി പീപ്പിൾ ആർ ട്രീറ്റഡ് അറ്റ് സ്മോളർ ഹോസ്പിറ്റൽ, സ്മോളർ ക്ലിനിക്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ആവുന്നില്ല എപ്പോഴും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ നമ്മൾ വരുന്ന സ്റ്റേജ് ഡിലേ, കാരണം അവയർനെസ് കുറവാണ്. അതുകൊണ്ട് ആൾക്കാർ വരുന്നത് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ്. നമ്മൾ ഇപ്പോൾ നോൺ പാൽപ്പബിൾ ലംസ്, ഞാൻ പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത ലംസ് നമുക്ക് എൻ്റെ പ്രാക്ടീസിൽ ഹാർഡ്ലി ഒരു 5% ഉണ്ടാവുള്ളൂ. 95% ഒരു മുഴ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ സ്ക്രീനിങ് മാമോഗ്രാം ഉള്ള രാജ്യങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും ഒരു മുഴയൊന്നുമില്ല, അവർ മാമോഗ്രാമിൽ ഒരു അബ്നോർമാലിറ്റി കണ്ടിട്ട് മാത്രം ആദ്യം വരുന്നതാണ്. അപ്പോൾ ദേ ആർ എ വെരി ഏർലി സ്റ്റേജ് 1. അങ്ങനത്തെ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ക്യൂർ റേറ്റ്സും കുറേ കൂടെ കൂടുതലാവും. അപ്പോൾ ഏർലി ഡിറ്റക്ഷന് ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത് നമുക്ക് അവയർനെസ്സാണ്. ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കി നമുക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെക്കപ്പ് ചെയ്താലാണ് ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് അളവും ചിലവും ട്രീറ്റ്മെൻറ്റ് ക്യൂർ റേറ്റ്സും കൂടും. അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യൂറും കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. ഇപ്പോൾ നോർമലി സാറ് പറഞ്ഞു നമ്മൾ റൊട്ടീനായിട്ടൊരു ചെക്കപ്പ് നടത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഒരു പരിധി വരെ തടയാൻ പറ്റുമെന്ന്. അപ്പോൾ ഏതൊരു ഏജ് തൊട്ട് സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി മാമോഗ്രാമോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടൊക്കെ എടുത്ത് തുടങ്ങണമെന്നാണ് സാറ് പറയുന്നത്? നമ്മൾ ജനറലി അഡ്വൈസ് ചെയ്യുന്നത് നമ്മളെ ബ്രസ്റ്റിനെ പറ്റി നമുക്കൊരു അറിവ് വേണം. ഒരു സ്ത്രീ ആയാൽ നമുക്ക് തന്നെ കുളിക്കുമ്പോൾ ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ബ്രസ്റ്റ്, അതിൻ്റെ അകത്തൊരു തടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ സമീപിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഒരു 40 വയസ്സിന് ശേഷമാണ് നമ്മൾ യൂഷ്വലി ഒരു മാമോഗ്രാമും ഇങ്ങനത്തെ ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്യുന്നത്. സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം നാഷണൽ പോളിസി ഉണ്ടെങ്കിൽ ഒരു സ്ക്രീനിങ് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ 50 വയസ്സിന് ശേഷം 50 ഇയേഴ്സിൻ്റെ മേലെയാണ് once in 2 years എല്ലാവരും സ്ക്രീനിങ് ചെയ്യണമെന്നാണ്. ഇത് ഈസ് എനി വുമൻ above 50 years. കാരണം ഇത് ഏറ്റവും കോമൺ ആ ഏജ് ഗ്രൂപ്പിലാണ്, 50 to 69 ആ ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതിന് നേരത്തെ കാണാം, നമ്മൾ ഇന്ത്യയിൽ കുറച്ചും കൂടി ഏർലിയർ ഏജ് ഗ്രൂപ്പിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ചിലവർ 40 to 50 നമ്മൾ മാമോഗ്രാം ചെയ്യാറുണ്ട്. പക്ഷേ
ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ജസ്റ്റ് ബി അവെയർ ഓഫ് ദ ബ്രസ്റ്റ്. നമുക്ക് ആദ്യം നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സെൽഫ് എക്സാമിനേഷൻ, ബ്രസ്റ്റ് സെൽഫ് എക്സാം, നമ്മൾ കൈ കൊണ്ട് തന്നെ കുളിക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഫീൽ ചെയ്താൽ, എന്തെങ്കിലും ഒരു തടിപ്പ് നമുക്ക് ഫീൽ ചെയ്താലോ അല്ലെങ്കിൽ നിപ്പിളിലേക്കൂടെ ഒരു ബ്ലഡ് ഡിസ്ചാർജ് കണ്ടാൽ നമ്മൾ ഉടനടി ഒരു മാമോഗ്രാമോ അല്ലെങ്കിൽ ഒരു MRI ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ വല്ല ഇതുണ്ടാവുമെന്ന്. അപ്പോൾ ആസ് എ ജനറൽ റൂൾ എനിബഡി അബവ് 50 വയസ്സിന് മേലെ എല്ലാവരും ഒരു മാമോഗ്രാം ചെയ്യുന്നത് വൺസ് ഇൻ 2 years, 2 വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് നല്ലതാണ് ആസ് എ സ്ക്രീനിങ് പോളിസി. നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നമ്മളെ ഫാമിലിയിൽ കുറേ പേർക്ക് ബ്രസ്റ്റോ ഓവേറിയൻ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ, ഇപ്പോൾ നമ്മൾ അമ്മക്ക് 50 വയസ്സിലോ 50 yearsലോ 40 yearsലോ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, then it is more imperative that we start checking early. നമ്മളൊരു 40 വയസ്സിലേ ഇത് ചെക്ക് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി ഡിലേ ആവുന്നു, ഫസ്റ്റ് ചൈൽഡ് ബർത്ത് തന്നെ നമ്മളൊരു 30-40 വയസ്സൊക്കെ ആകുമ്പോൾ ചിലവർക്ക് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ആവുന്നു, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അളവ് കുറയുന്നു, അതേപോലെ കുട്ടികൾ ഉണ്ടാവാത്ത കുറേ പേരുണ്ട്. ഇങ്ങനത്തെ ഇതെല്ലാം ഒരു നോർമലി കുട്ടികൾ കൂടുതലുണ്ടായാൽ, നമ്മൾ കുറേ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ അല്ലെങ്കിൽ കുട്ടികൾ അധികം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പം അഗെയിൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് സ്ക്രീനിങ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, ഒരു സൈൻ ബ്രസ്റ്റിൻ്റെ സ്കിന്നിൻ്റെ പുറത്തൊന്നും ഡിംപ്ലിങ് കണ്ടാൽ, അതേപോലെ നിപ്പിൾ അകത്തോട്ട് പോകുന്നത് കണ്ടാൽ, സഡൻലി പണ്ട് ചിലവർക്ക് ജന്മനാലേ നിപ്പിൾ അകത്തോട്ട് പോകുന്നതുണ്ടാവും, അത് കുഴപ്പമില്ലതല്ല. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഒരു 30-35 വയസ്സ് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ നിപ്പിൾ അകത്തോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, മുലക്കണ്ണ് അകത്തോട്ട് പോകുന്നത് കണ്ടാൽ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യണം. കാരണം ദാറ്റ് മേ ബി എൻ ഏർലി സൈൻ. അതെല്ലാം ക്യാൻസർ ആവണമെന്നില്ല, വേറെ കുറേ കാരണങ്ങൾ കൊണ്ടും അങ്ങനെ നിപ്പിൾ അകത്തോട്ട് പോവാം, ഇൻഫെക്ഷൻ വന്നാലും ചിലപ്പോൾ അകത്തോട്ട് പോവാം. അപ്പോൾ അതൊരു പേടിക്കേണ്ട സംഗതിയല്ല. പക്ഷേ അത് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സ്ക്രീനിങ് ചെയ്യണം. അപ്പോൾ നേരത്തെ സ്ക്രീനിങ് ചെയ്യേണ്ട ഇങ്ങനത്തെ വല്ല സിംറ്റംസ് കണ്ടാൽ ഡെഫിനറ്റ്ലി ചെയ്യണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക, എന്നിട്ട് പറ്റുമെങ്കിൽ ഇയർലി വൺസ് ഒരു ഡോക്ടറെ കൊണ്ട് ഫിസിക്കൽ എക്സാമിൻ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അതേപോലെ ക്യാൻസർ വന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ല, അതൊരു നമ്മളെ കുറ്റമോ നമ്മളെ ഒരു ഇതായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുത്. അതാണ് ആദ്യം ആ മനസ്സ് മാറ്റിയെടുക്കാൻ ഇനിയും കുറേ സമയം എടുക്കുമായിരിക്കും. പക്ഷേ ഐ എം ഹോപ്പ്ഫുൾ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ. സോ സാർ പറഞ്ഞ ഈ ഒരു നോട്ടിൽ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ക്യാൻസർ വന്ന് അത് ക്യൂർ ആയ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഒരു സ്റ്റിഗ്മ മാറ്റാൻ റോൾ ഉള്ളത്. സോ അവരത് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us.